നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് ഈ പ്രപഞ്ചം. 1998 KY26 എന്ന ചെറിയ ചിഹ്നഗ്രഹം മുതൽ മനുഷ്യചരിത്രത്തിൽ ആദ്യമായി സഞ്ചാരപഥം മാറ്റിയ ഡിമോർഫോസ് വരെയും, സൗരയൂഥത്തിലെ അത്ഭുതമായ ഹാലിയുടെ വാൽനക്ഷത്രം മുതൽ ശനിയുടെ കൂറ്റനുപഗ്രഹമായ ടൈറ്റൻ വരെയും അങ്ങനെ നീളുന്ന ഒരു മഹായാത്രയാണിത്. ഭൂമിയിൽ നിന്നും ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള വമ്പൻ ഗ്രഹങ്ങളെയും സൂര്യനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള തമോഗർത്തങ്ങളെയും നമ്മളിന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ചെറിയൊരു പാറക്കഷ്ണത്തിൽ തുടങ്ങി നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ വരെ നീളുന്ന ഒരു അതിശയകരമായ വലിപ്പ താരതമ്യമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തിന് മുന്നിൽ നമ്മൾ എത്രയോ ചെറുതാണ് എന്ന് ഈ വീഡിയോ നമ്മെ ബോധ്യപ്പെടുത്തും. ഏറ്റവും ചെറിയ ചിഹ്നഗ്രഹമായ ഈ 1998 KY26 ചിഹ്നഗ്രഹം ഡിമോർഫോസ് നാസയുടെ ഡാർട്ട് ഉപകരണം 2022 സെപ്റ്റംബർ മാസം 27-ാം തീയതി ഈ ചിഹ്നഗ്രഹത്തെ തന്നെ ലക്ഷ്യം വെച്ചു. ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യരാശി ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ സഞ്ചാരപാതം മാറ്റുന്നതിൽ വിജയിച്ചിരിക്കുന്നു. അടുത്തത് വാൽനക്ഷത്രം 67P, 4 കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ചുരിമോ ഗരാസി മെൻകോ. അടുത്തത് 11 കിലോമീറ്ററോളം വലിപ്പമുള്ള ഹാലിയുടെ വാൽനക്ഷത്രം. 16.8 കിലോമീറ്ററോളം വലിപ്പമുള്ള ചിഹ്നഗ്രഹമായ ഈറോസ്. അടുത്തത് 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കപ്പെട്ട ഒരു വാൽനക്ഷത്രമാണ് ഹെയിൽ ബോബ് വാൽനക്ഷത്രം. 1997-ൽ നിങ്ങളിൽ പലരും തുടർച്ചയായി പല ദിവസങ്ങളിൽ ഇതിനെ കൗതുകത്തോടെ തന്നെ നോക്കി നിന്നിട്ടുണ്ടാകും. അടുത്തത് ചിഹ്നഗ്രഹമായ 126 ക്ലിയോപാട്ര. അസാധാരണമായ ഒരു എല്ലിൻ്റെ ആകൃതി ഉള്ളതാണിത്. ചിഹ്നഗ്രഹം 704 ഇൻട്രാമിനിയ. അടുത്തത് യുറാനസിൻ്റെ ഉപഗ്രഹമാണ്. യുറാനസിൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹമായ മിറാണ്ട. മിറാണ്ടയുടെ വലിപ്പം 471 കിലോമീറ്ററോളമാണ്. 504 കിലോമീറ്ററോളം വലിപ്പമുള്ള യുറാനസിൻ്റെ വലിയൊരു ഉപഗ്രഹമായ എൻസിലേഡസ് ആണ് അടുത്തത്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹമായ സിറീസ്. ഒരു കാലത്ത് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമായി പരിഗണിച്ചിരുന്ന, എന്നാൽ പിന്നീട് കുള്ളൻ ഗ്രഹമായി മാറിയ പ്ലൂട്ടോ. അടുത്തത് നമ്മുടെ സ്വന്തം ചന്ദ്രൻ. ചന്ദ്രനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ചന്ദ്രൻ കഴിഞ്ഞാൽ അടുത്തത് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമായ മെർക്കുറി എന്ന ബുധനാണ്. ബുധന് ശേഷം ശനിയുടെ ഏറ്റവും വലിപ്പം കൂടിയ ഉപഗ്രഹമായ ടൈറ്റൻ. ഇത് യഥാർത്ഥത്തിൽ ബുധനേക്കാളും വലുതാണ്. ഭൂമി കഴിഞ്ഞാൽ ഉപരിതലത്തിൽ നദികളും തടാകങ്ങളുമുള്ള സൗരയൂഥത്തിലെ ഏക സ്ഥലമാണ് ടൈറ്റൻ. എന്നിരുന്നാലും അവ ദ്രാവക രൂപത്തിലുള്ള മീഥെയ്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പര്യവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഭൂമിയുടെ അയൽക്കാരനായ ചുവന്ന ഗ്രഹം ചൊവ്വ. 39 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള വാസയോഗ്യമായേക്കാവുന്ന എക്സോ പ്ലാനറ്റാണ് അടുത്തത്, ട്രാപ്പിസ്റ്റ് 1e. അടുത്തത് നമ്മുടെ സ്വന്തം ഭൂമിയാണ്. സൗരയൂഥത്തിലെ അതിമനോഹരമായ നീലഗ്രഹം. ഭൂമിയിൽ നിന്നും 208.5 പ്രകാശവർഷം അകലെയുള്ള മറ്റൊരു എക്സോ പ്ലാനറ്റ് കെപ്ലർ 138d. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ വാതക ഗ്രഹം അല്ലെങ്കിൽ മിനി നെപ്റ്റ്യൂൺ. അടുത്തത് ഗ്ലീസെ 1214b. ഒരുപക്ഷെ സമുദ്രങ്ങൾ നിറഞ്ഞ വലിയൊരു ഗ്രഹമായിരിക്കും ഇത്. ഇനിയുള്ളത് നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളാണ്. നെപ്റ്റ്യൂണിന് തൊട്ടു പിന്നാലെ യുറാനസ്. സൗരയൂഥത്തിൽ അത്ഭുതകരമായ വളയങ്ങളോട് കൂടിയ അതിമനോഹരമായ സാറ്റേൺ എന്ന ശനി. അടുത്തത് സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹമാണ് വാതക ഭീമൻ വ്യാഴം എന്ന ജൂപ്പിറ്റർ. ഇനി സൗരയൂഥത്തിൽ നിന്നും നമ്മൾ അകലങ്ങളിലേക്ക് പോവുകയാണ്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഇരുണ്ട എക്സോ പ്ലാനറ്റാണിത്, TRES 2b. ഏകദേശം 4200 ഡിഗ്രി സെൽഷ്യസോളം ചൂടുള്ള, അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ചൂട് കൂടിയ എക്സോ പ്ലാനറ്റ് കെൽറ്റ് 9b. അടുത്തത് ഒരു ഭീമൻ എക്സോ പ്ലാനറ്റാണ്. ഈ എക്സോ പ്ലാനറ്റിന് വ്യാഴത്തിൻ്റെ 3 ഇരട്ടിയിൽ കൂടുതൽ വലിപ്പമുണ്ട്, GQ ലൂപ്പി b. HD 100546b. അവിശ്വസനീയമായ വിധത്തിൽ വലിപ്പമുള്ള രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭീമൻ ഗ്രഹമാണിത്. മിക്കവാറും ഇതൊരു ബ്രൗൺ ഡ്വാർഫ് ആകാനാണ് സാധ്യത.
അടുത്തത് നമ്മുടെ സൂര്യൻ്റെ അയൽക്കാരനായൊരു നക്ഷത്രമാണ് ആൽഫ സെൻറ്റോറി ബി. ഇനി നമ്മൾ കാണുന്നത് ഇതിനേക്കാളും വലിപ്പം കൂടിയ നമ്മുടെ സ്വന്തം നക്ഷത്രത്തെയാണ്, സൂര്യൻ. വളരെ വിചിത്രമായ രീതിയിൽ തിളക്കം മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നിഗൂഢമായൊരു നക്ഷത്രം ടാബി സ്റ്റാർ. ഇതിനു ചുറ്റിലും ഡൈസൺ സ്പിയർ പോലുള്ള കൃത്രിമ ആസ്ട്രോ എഞ്ചിനീയറിംഗ് നിർമ്മിതികളുടെ സാന്നിധ്യം ചില ശാസ്ത്രജ്ഞന്മാർ ഗൗരവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് സിറിയസ് നക്ഷത്രം. രാത്രികാല ആകാശത്തെ ഏറ്റവും തിളക്കമേറിയ നക്ഷത്രമാണിത്. സിറിയസ് കഴിഞ്ഞാൽ വലിപ്പത്തിൽ അടുത്ത സ്ഥാനം വേഗ നക്ഷത്രത്തിനാണ്. ഇനി കാണാൻ പോകുന്നത് ഇവയേക്കാളുമെല്ലാം വലിപ്പം കൂടിയ തൃക്കേട്ട എന്ന ആൻഡറസ് നക്ഷത്രമാണ്. ഇനി കാണാൻ പോകുന്നത് ഇവയേക്കാളുമെല്ലാം ഒരുപാട് വലിപ്പം കൂടിയ നക്ഷത്രമാണ് WR104 വൂൾഫ് റായറ്റ് നക്ഷത്രം. അടുത്തത് നമ്മുടെ ക്ഷീരപഥത്തിൻ്റെ മിൽക്കി വേ ഗാലക്സിയുടെ മധ്യഭാഗത്തുള്ള തമോഗർത്തമാണ്. ഇതിൻ്റെ വ്യാസം സൂര്യനേക്കാൾ 18 മടങ്ങോളം വരും. ഭാരം 400 കോടി മടങ്ങിലും കൂടുതലാണ്. സജിറ്റേരിയസ് എ സ്റ്റാർ. അടുത്തത് ഏകദേശം 5,22,25,650 കിലോമീറ്ററോളം വലിപ്പമുള്ള ധ്രുവ നക്ഷത്രമാണ്. അടുത്തത് ബീറ്റ ആൻഡ്രോമിഡിയ എന്ന മിറാഷ്. എപ്സിലോൺ പെഗാസി. ഇതിൻ്റെ ഇരട്ടിയിലും കൂടുതൽ വലിപ്പമുള്ള എസ് ഓറിയോണിസ്. ഏകദേശം 95 കോടി കിലോമീറ്ററോളം വലിപ്പമുള്ള അന്താരസ് എ. അടുത്തത് ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുവന്ന അതിഭീമൻ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്നറിയപ്പെടുന്ന ബിറ്റിൽജ്യൂസ് സ്റ്റാർ. ഇതൊരു സൂപ്പർനോവയായി മാറി നമ്മുടെ ആകാശത്ത് രണ്ടാമതൊരു സൂര്യനെ പോലെ തിളങ്ങാൻ പോവുകയാണ്. ഇത് ഏത് നിമിഷവും സംഭവിക്കാം. അടുത്തത് VY കാനീസ് മെജോറിസ്. ഒരു കാലം വരെ നമ്മൾ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ നക്ഷത്രമായിരുന്നു ഇത്, UY സ്ക്യൂട്ടി. ഇന്ന് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ നക്ഷത്രം സ്റ്റീവൻസൺ 2-18. അടുത്തത് ഹെർക്കുലീസ് എ എന്ന വലിയ തമോഗർത്തമാണ്. 3C348 ഗാലക്സിയിലെ അതിഭീമൻ തമോഗർത്തമാണിത്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോലും ഇത് എത്ര വലുതാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇതൊരു പരിധിയല്ല. ഇതിലും വലിപ്പം കൂടിയ മറ്റൊരു തമോഗർത്തമാണിത്, മെസിയർ 87. പക്ഷേ ഇതും വലുതല്ല. NGC 48889. ഇതും വലുതല്ല. മധ്യത്തിൽ സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്രത്തോളം വലിപ്പവും ഭാരവുമുള്ള തമോഗർത്തമുള്ള അതിശയകരമായ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ക്വാസാറായ 10618. പക്ഷേ ഇതും വലുതല്ല. എന്നാൽ ഈ തമോഗർത്തം പോലും അതിൻ്റെ എതിരാളിയാൽ നിഴലായി മാറ്റപ്പെടുന്നു. മനസ്സിലാക്കുവാൻ കഴിയാത്ത അളവുകളുള്ള ഒരു തമോഗർത്തത്താൽ നയിക്കപ്പെടുന്ന തിളക്കമുള്ള ഒരു ക്വാസാർ. ഇപ്പോൾ നമ്മൾ കണ്ട ഈ വലിപ്പങ്ങളൊന്നും സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല, അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിനേക്കാളുമൊക്കെ ഒരുപാട് വലിപ്പം കൂടുതലുള്ള നെബുലകളാണ്. ക്യാറ്റ്സ് ഐ നെബുല, റിംഗ് നെബുല, ബട്ടർഫ്ലൈ നെബുല, ക്രാബ് നെബുല. സ്കോർപിയോ നക്ഷത്ര സമൂഹത്തിലെ ഒരു വലിയ നക്ഷത്രക്കൂട്ടമായ മെസിയർ 80 ഗ്ലോബുലാർ. ഇനി കാണാൻ പോകുന്നത് നെബുലകളെക്കാളും വലിപ്പം കൂടിയ ഗാലക്സികളാണ്. വിൽമാൻ 1 കുള്ളൻ ഗാലക്സി. ഇത് നമ്മുടെ ക്ഷീരപഥത്തിൻ്റെ ഏറ്റവും ചെറിയ ഉപഗ്രഹം തന്നെയാണ്. ഏകദേശം 228 പ്രകാശവർഷത്തോളം വലിപ്പമുള്ള സെഗ്വേ 2 ഗാലക്സി. അടുത്തത് നമ്മുടെ ഗാലക്സിക്ക് തൊട്ട് സമീപത്തുള്ള മെഗലനിക് ക്ലൗഡ്സുകളാണ്. ആദ്യത്തേത് സ്മോൾ മെഗലനിക് ക്ലൗഡ്, അടുത്തത് ലാർജ് മെഗലനിക് ക്ലൗഡ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 1,00,000 പ്രകാശവർഷത്തോളം വലിപ്പമുള്ള നമ്മുടെ സ്വന്തം ഗാലക്സിയാണ്, മിൽക്കി വേ. അടുത്തത് M87 ഗാലക്സി. നമ്മുടെ മിൽക്കി വേ ഉൾക്കൊള്ളുന്ന ഗാലക്സി കൂട്ടത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഗാലക്സി ആൻഡ്രോമിഡ. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗാലക്സി IC 1101. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഗാലക്സികളെല്ലാം ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പാണ്, ലോക്കൽ ഗ്രൂപ്പ്. ഇതുപോലുള്ള ഗാലക്സികളുടെ ഗ്രൂപ്പുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ക്ലസ്റ്ററാണ് അടുത്തത്, വെർഗോ ക്ലസ്റ്റർ. ഇതുപോലുള്ള ക്ലസ്റ്ററുകൾ ഉൾക്കൊള്ളുന്ന ഒരു സൂപ്പർ ക്ലസ്റ്ററാണ് അടുത്തത്, വെർഗോ സൂപ്പർ ക്ലസ്റ്റർ. അടുത്തത് വലിയ ശൂന്യതയാണ്, വോയിഡ്.
നമ്മളിപ്പോൾ കണ്ടതിനെ എല്ലാം ഉൾക്കൊള്ളുന്ന വളരെയേറെ വലിപ്പം കൂടിയ ഒരു സൂപ്പർ ക്ലസ്റ്ററാണ് അടുത്തത്. ലാനിയാക്കിയ സൂപ്പർ ക്ലസ്റ്റർ. ഇനി കാണാൻ പോകുന്നത് പ്രപഞ്ചത്തിലെ അത്ഭുതകരമായ രൂപങ്ങളാണ്. സ്ലോൺ ഗ്രേറ്റ് വാൾ, ഹെർക്കുലിയസ് കൊറോണ ബോറിയാലിസ് ഗ്രേറ്റ് വാൾ. അടുത്തത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ആകാശഗംഗയെപ്പോലെ തന്നെ 2 ട്രില്യണിലും കൂടുതൽ ഗാലക്സികളുള്ള നമ്മുടെ ദൃശ്യപ്രപഞ്ചമാണ്. 2 ട്രില്യൺ എന്ന സംഖ്യ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്നും 4650 കോടി പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇവിടെ പ്രപഞ്ചമുണ്ടോ എന്ന് നമുക്കറിയില്ല. അഥവാ പ്രപഞ്ചമുണ്ടെങ്കിൽ ആ പ്രപഞ്ചത്തിൽ നിന്നുമുള്ള പ്രകാശം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുമില്ല. നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഈ പ്രപഞ്ചം, അല്ലേ? വിശാലമായ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുമ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങളും ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങളും മറ്റ് ആകാശഗോളങ്ങളുമെല്ലാം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ ശൂന്യതയ്ക്കിടയിലുള്ള മിന്നുന്ന പൊടികൾ മാത്രമായിട്ടാണ് നമുക്ക് തോന്നുക. ഈ ശൂന്യത നിഗൂഢവും അപകടകരവുമാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രധാന കടങ്കഥകൾക്കുള്ള ഉത്തരങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അന്ധകാരം മാത്രമായിരിക്കും. എങ്കിലും ഒരിക്കൽ നമ്മൾ ഈ രഹസ്യങ്ങളുടെ അടിത്തട്ടിനുള്ളിൽ എത്തുക തന്നെ ചെയ്യും. 2 ട്രില്യൺ ഗാലക്സികളെങ്കിലുമുള്ള വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ആകാശഗംഗ എന്ന നമ്മുടെ ഗാലക്സി എത്രമാത്രം ചെറുതാണ്. ഈ കുഞ്ഞു ഗാലക്സിക്കുള്ളിലുള്ള 40,000 കോടി നക്ഷത്രങ്ങളിൽ ഒരു ചെറിയ നക്ഷത്രം മാത്രമായ സൂര്യനു ചുറ്റിലും വലം വയ്ക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സൗരയൂഥം ഇതിനേക്കാളും എത്രയോ മടങ്ങ് ചെറുതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവയ്ക്കെല്ലാം ഇടയിൽ നമ്മുടെ ഭൂമിക്ക് കാണാൻ പോലുമുള്ള വലിപ്പമില്ല. അതായത് വിശാലമായ ഈ പ്രപഞ്ചത്തിൽ എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് അഹങ്കരിക്കുന്ന നമ്മൾ മനുഷ്യർ എത്രയോ നിസ്സാരന്മാരാണ്. നമ്മൾ ഒന്നുമല്ല എന്ന് തന്നെ പറയാം. ദൃശ്യപ്രപഞ്ചത്തിലൂടെ നടത്തിയ ഈ വലിയ യാത്ര എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.